ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച കുറച്ച് മുതിർന്ന മനുഷ്യർ പരസ്പരം തല്ലുകൂടുന്നത് പോലെ അഭിനയിക്കുന്ന ഒരു പരിപാടി കാണാനാണ് ഇത്രയും അധികം കോടി ആളുകൾ തങ്ങളുടെ സമയം ചെലവാക്കിയത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇന്ത്യയിൽ ഈ പരിപാടി കാണുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും. IPL ഫുട്ബോളോ ഒക്കെ ആണെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ ഒരു ഗുസ്തി കാണാൻ, അതും സ്ക്രിപ്റ്റഡായ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഗെയിം, സപ്പോസ് IPL പോലും മുൻകൂട്ടി സ്ക്രിപ്റ്റ് ചെയ്ത രീതിയിൽ ആരെങ്കിലും കളിച്ചാൽ അത് വാതുവയ്പ് നിയമത്തിൻ്റെ ഉള്ളിൽ വരികയും പലർക്കും പിന്നീട് കളിയിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അതുപോലെ പ്രശസ്തമായ മറ്റൊരു സ്പോർട്സിൽ അത് സ്ക്രിപ്റ്റഡായിട്ട് ഒരു നാടകം പോലെയോ സിനിമ പോലെയോ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ടാക്സ് ഇനത്തിൽ കമ്പനിക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു തുക ലാഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അന്നവർ ആ കുറ്റസമ്മതം നടത്തിയതെന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനം ഗുസ്തി വ്യവസായത്തിൻ്റെ, ഗുസ്തി എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണ്, റെസ്ലിംഗ് വ്യവസായത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാല്യൂ ഉള്ളൊരു ബിസിനസ് ട്രിക്കായി മാറുകയായിരുന്നു, ഒരു തന്ത്രമായി മാറുകയായിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ ഈ ഫീൽഡിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരുപാട് പേരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ ഭാഗമായിരുന്ന സോണി 10 സ്പോർട്സ് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റെസ്ലിംഗ് പരിപാടി വളരെ സൈലൻ്റായിട്ട് അവിടെ നിന്ന് മാറി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ദിവസവും കാണുന്ന WWE എപ്പിസോഡുകളെ കുറിച്ചായിരുന്നു പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്ന. അണ്ടർടേക്കറിനെ കുറിച്ചും റെയ്മസ്റ്റീരിയെ കുറിച്ചും ജോൺസിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പറയുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു എപ്പിസോഡുകൾ നെറ്റ്ഫ്ലിക്സിൻ്റെ പേവാളിന് പിന്നിലാണ്. മാത്രമല്ല, കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതിൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത കുടുംബം തങ്ങളുടെ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം വിറ്റിട്ട് വളരെ സൈലൻ്റായിട്ട് അവിടെ നിന്ന് മാറി. അവരുടെ കമ്പനിക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മൂല്യം ഉണ്ടായിരുന്ന കൃത്യം ആ സമയത്ത് തന്നെയാണ് അവർ കമ്പനി വിറ്റത്. ഇതൊരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല, വളരെ അസാധാരണമായിട്ടുള്ള കൃത്യതയോടെ നടപ്പിലാക്കിയ തികച്ചും റാഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് ഡിസിഷനാണത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും ആ ഒരു കഥയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അതായത് WWE എന്ന് പറയുന്നത് മുൻകൂട്ടി സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന്. അതിൽ കാണുന്ന ഇടിയും വെട്ടുമെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നും കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമൊക്കെ എഴുതി ഉണ്ടാക്കിയതാണെന്നൊക്കെ അറിയാം. ആരും നിങ്ങളെ കബളിപ്പിക്കുന്നില്ല. എന്നിട്ടും എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ കണ്ട് ആവേശത്തോടെ അലറി വിളിക്കുന്നു, കരയുന്നു, തങ്ങളുടെ സ്വന്തം പണം ചിലവാക്കുന്നു. ചിലർ അത് നേരിട്ട് പോയി കണ്ട് അവിടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നു. ഇതൊരു റെസ്ലിംഗിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. തങ്ങൾ കാണുന്ന കഥ വ്യാജമാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യർ പിന്നെയും എങ്ങനെയാണ് അതിലേക്ക് തങ്ങളുടെ ഇമോഷൻസിനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നാം. പ്രേക്ഷകർ ഒരിക്കലും റിയാലിറ്റി അല്ലെങ്കിൽ സത്യസന്ധതയെ അല്ല അംഗീകരിക്കുന്ന. അവർ അംഗീകരിക്കുന്നത് കൊഹറൻസ്, അഥവാ ഒരു കഥയുടെ കൃത്യതയും അതിൻ്റെ തുടർച്ചയുമാണ്. ഒരു ലോകം അതിൻ്റേതായ നിയമങ്ങൾ വെച്ച് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ആ കഥ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്ന ആ ലോകം കൃത്രിമമായി സൃഷ്ടിച്ചതാണെങ്കിൽ പോലും അത് വിജയമായി മാറാം. ഈ വർഷം നിങ്ങൾ കണ്ട ഓരോ മലയാള സിനിമയും പ്രവർത്തിക്കുന്നത് ഇതേ രീതിയിലാണ്. നിങ്ങൾ പോയി ആവേശം കണ്ട ഓരോ രാഷ്ട്രീയ സമ്മേളനങ്ങളും പ്രവർത്തിക്കുന്നത് ഇതേ രീതിയിലാണ്. എന്നെപ്പോലെ നിങ്ങൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന, നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമെന്ന് തോന്നുന്ന ഓരോ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർമാരും ഉപയോഗിക്കുന്നത് ഇതേ തന്ത്രത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതുകൊണ്ട് WWE എന്ന് പറയുന്നത് എവിടെയോ നടക്കുന്ന ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കഥയല്ല, നമ്മളുടെ സ്വന്തം തലച്ചോറിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസത്തിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതുകൊണ്ട് WWE വ്യാജമാണോ അല്ലയോ എന്നതല്ല നമ്മുടെ ചോദ്യം. അത് വ്യാജമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും അതെങ്ങനെ വളരെ വലിയ വിജയമായി മാറി എന്നാണ് ചിന്തിക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ ചില കടുത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നൊരു പഴയ കാലത്തേക്കും ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകണം. ഇപ്പോൾ ഈ ഒരു റെസ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1950കളിലാണെങ്കിലും 1982 മുൻപ് വരെയുള്ള അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലിങ്ങിൻ്റെ ലോകം ഇന്നത്തെ കാര്യങ്ങൾ പോലെ ആയിരുന്നില്ല. ഏകദേശം 24ഓളം പ്രാദേശികമായിട്ടുള്ള പ്രൊമോഷനുകൾ അടങ്ങുന്ന ഒരു വലിയ സിസ്റ്റമായിരുന്നു അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഓരോ പ്രൊമോഷനും അവരുടേതായിട്ടുള്ള പ്രത്യേക പ്രദേശമുണ്ട്, മീൻസ് ഇത് നടത്തുന്ന ഓരോ നടത്തിപ്പുകാരുണ്ട്. മിഡ് വെസ്റ്റിൽ AWA, തെക്ക് ഭാഗത്ത് ജോർജിയ ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ്, കരോലിനാസിൽ ജിം ക്രോക്കറ്റ് പ്രൊമോഷൻസ്, നോർത്ത് ഈസ്റ്റിൽ WWF, അങ്ങനെ ടെക്സാസിലും ഫ്ലോറിഡയിലും എല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് റെസ്ലിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നത്. നാഷണൽ റെസ്ലിംഗ് അലയൻസ് എന്ന പേരിൽ ഒരു
അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഈ പ്രൊമോഷനുകളുടെയൊക്കെ തന്നെ അതിർത്തിയെ കൺട്രോൾ ചെയ്തിരുന്നു. ഈ റെസ്ലിംഗ് ചെയ്യുന്നവർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി മാറി പോകുമായിരുന്നു. ചാമ്പ്യന്മാർ പല പ്രദേശങ്ങളിലായി തങ്ങളുടെ വേൾഡ് ടൈറ്റിലുകൾ മത്സരിക്കാൻ വേണ്ടി മത്സരിച്ചു. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഓരോ പ്രദേശത്തിനും അവരുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ടെക്സാസിലെ ഒരു റെസ്ലിംഗ് ജോർജിയയിലെ റെസ്ലിംഗിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരിക്കലും നന്നാക്കാൻ വേണ്ടി കാത്തിരുന്നൊരു മാർക്കറ്റല്ല. ഈ റീജിയണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് തരുന്നതും തലമുറകളോളം തന്നെ പല ആളുകളെ സൃഷ്ടിക്കുന്നതുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല സിനിമകളും കാണാറില്ലേ, ഈ ഗുസ്തിക്കാരെ വളർത്തിയെടുക്കുന്ന ചില ഗ്രാമപ്രദേശങ്ങളും അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില കുടുംബങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ അവർ സഹകരിച്ച് ഓരോ ഏരിയ തിരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവർ പരസ്പരം കോമ്പറ്റീഷൻ വയ്ക്കും. പക്ഷേ അമേരിക്കയിൽ സംഭവിച്ചത് ടെക്നോളജിയിലുണ്ടായ മാറ്റവും ആ മാറ്റത്തെ ആയുധമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ്റെയും കളികളാണ് ഇതിനെ ഒരു ഗ്ലോബൽ ഫിനോമിനനാക്കി മാറ്റുന്നത്. ആ തീരുമാനമാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. 1982 വിൻസെൻ്റ് കെ മക്മഹൻ ജൂനിയർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ അച്ഛനിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ റെസ്ലിംഗ് ടെറിട്ടറിയായ WWF ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹം അതൊരു വലിയ സാമ്രാജ്യമായിട്ട് പാരമ്പര്യമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഈ കഥയുടെ ബേസിക്. വെറും 12 മാസങ്ങൾക്കുള്ളിൽ മക്മഹോൻ ആ കമ്പനിയെ ഒരു നാഷണൽ ബ്രാൻഡാക്കി മാറ്റി. അമേരിക്കയിലുടനീളം കേബിൾ ടെലിവിഷൻ വഴി അദ്ദേഹം തൻ്റെ പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. 1984 ജൂലൈ 16 റെസ്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ബ്ലാക്ക് സാറ്റർഡേ എന്ന് വിളിക്കുന്ന ആ ഒരു ദിവസം അദ്ദേഹം ജോർജിയ ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് എന്ന കമ്പനിയെ വിലയ്ക്ക് വാങ്ങി തൻ്റെ കമ്പനിയുമായിട്ട് മെർജ് ചെയ്തു. ഒറ്റയടിക്ക് ഒരു വലിയ എതിരാളിയുടെ കേബിൾ സ്ലോട്ടും അവരുടെ ഏരിയ അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയാം. അതോടെ നിലവിലുണ്ടായിരുന്ന ആ ഒരു റീജിയണൽ സിസ്റ്റത്തിന് നേരെയുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് അത് മാറി. അപ്പോൾ ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാവും, പലരും കാണാതെ പോകുന്നൊരു കാര്യമാണ്. ഇതൊരു റെസ്ലിംഗിൻ്റെ വിജയമല്ല, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ അസിമെട്രി പ്ലേ ആണ്. അതായത് നാഷണൽ ലെവലിലുള്ള കേബിൾ ടെലിവിഷൻ ഉപയോഗിച്ച് മക്മഹൻ തൻ്റെ റെസ്ലിംഗുകാരെ ഒരേ സമയം കോടിക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ കാണിക്കാൻ തുടങ്ങി. എന്നാൽ റീജിയണൽ ടി വികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മറ്റ് ഏരിയകൾ ഒരിക്കലും ഇതിൻ്റെ റീച്ചിനോട് മത്സരിക്കാൻ പറ്റിയില്ല. സോ ഈ ഒരു റീച്ച് അദ്ദേഹം ഒരു വെപ്പണായിട്ട് ഉപയോഗിച്ചു. AWAയിൽ നിന്നും ഹൾക്ക് ഹോഗനെ അദ്ദേഹം സ്വന്തമാക്കി. പിന്നാലെ റാഡി സാവേജ്, റോഡി പൈപ്പർ തുടങ്ങി ഡസൻ കണക്കിന് മികച്ച റെസ്ലിംഗ് താരങ്ങളെ അദ്ദേഹം കമ്പനിയിലേക്ക് വില കൊടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം മറ്റ് കമ്പനികളുടെ റെസ്ലിങ്ങിനെ അല്ല തോൽപ്പിച്ച, മറിച്ച് അവരിലേക്ക് എത്താനുള്ള ഡിസ്ട്രിബ്യൂഷനെ അദ്ദേഹം കട്ട് ചെയ്തു. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന എല്ലാ പ്രൊമോഷനുകളും ആ 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാവുകയും തകരുകയൊക്കെ ചെയ്തു. 2016-നും 2018-നും ഇടയിൽ എയർടെലിനും വോഡാഫോണിനും ഐഡിയയ്ക്കും എതിരെ റിലയൻസ് ജിയോ എന്താണോ പ്രയോഗിച്ചത് അതേ ഒരു ബിസിനസ് തന്ത്രമാണ് അന്ന് അവിടെ സംഭവിച്ചത്. ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിൽ ആമസോൺ ചെയ്തതും ഇത് തന്നെയാണ്. മെക്കാനിസം സെയിമാണ്. ഒരാൾ ഡിസ്ട്രിബ്യൂഷനിൽ മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കുന്നു, അങ്ങനെ സപ്ലൈ സൈഡിനെ ഇല്ലാതാക്കാൻ അത് ഉപയോഗിക്കുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് മുഴുവൻ ഒരു കമ്പനി കുത്തകയാക്കുന്നു. പാറ്റേൺ വളരെ കൃത്യമാണ്. അത് പണ്ട് സംഭവിച്ചു, ഈ അടുത്ത് സംഭവിച്ചു, ഇനിയും സംഭവിക്കും. ഇനി ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നിങ്ങളോട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചോദിക്കൂ. ഹൾക്ക് ഹോഗൻ, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ദ റോക്ക്, ജോൺ സീന, അണ്ടർടാക്കർ, റെയ് മിസ്റ്റീരിയോ തുടങ്ങിയ പേരുകൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇന്നും ആളുകളുടെ മനസ്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പലരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോൺ സീനയും റോക്കോവും ഒക്കെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. സോ ഞാൻ ഈ പറയുന്ന റെസ്ലിങ്ങിലെ പേരുകൾ അറിയാവുന്ന പകുതിയിലധികം ആളുകളും ഒരു മുഴുവൻ റെസ്ലിംഗ് മത്സരം പോലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ഓർമ്മിച്ച് വയ്ക്കുന്നത്? ഇതിൻ്റെ ബിസിനസ് രഹസ്യം ഇതാണ്. WWE യഥാർത്ഥത്തിൽ വിൽക്കുന്നത് ഗുസ്തിയല്ല, അവർ വിൽക്കുന്നത് ക്യാരക്ടറുകളെയാണ്. ഹൾക്ക് ഹോഗൻ വെറുമൊരു റെസ്ലറല്ല, അതൊരു വലിയ കഥാപാത്രമാണ്. അദ്ദേഹത്തിനൊരു മുൻകാല ചരിത്രമുണ്ട്, സ്ഥിരമായി പറയുന്ന ഡയലോഗുകളുണ്ട്, വലിയ വൈരാഗ്യങ്ങളുണ്ട് പലരോടും, സ്വന്തമായി വിൽക്കാൻ സാധനങ്ങളുണ്ട്, ചിലരെ കുഴിച്ചിട്ടതായിട്ട് പറയുന്നു, ചിലരെ ഹ്യൂമിലിയേറ്റഡ് ചെയ്തതായിട്ടുള്ള കഥകളുണ്ട് പല ക്യാരക്ടേഴ്സിനിടയിൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് തുടരുന്ന വലിയൊരു കഥയിൽ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ഉണ്ട്. പണ്ട് അണ്ടർടേക്കറിൻ്റെ ജീവനോടെ കുഴിച്ചിട്ടൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം സ്റ്റണ്ടാണ്, പക്ഷേ ഈ സംഭവം ഒറിജിനലാണെന്നും മരണത്തിൽ നിന്ന് അണ്ടർടേക്കർ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് ആ സംഭവം ഭയങ്കര പൊക്കി പറയുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. WWE ഒരിക്കലും UFC-യോടോ ബോക്സിങ്ങിനോടോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിനെ താരതമ്യം ചെയ്യേണ്ടത് മാർവൽ സ്റ്റുഡിയോസിനോടാണ്. യഥാർത്ഥ മനുഷ്യർ അഭിനയിക്കുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളുടെ വലിയൊരു ലൈബ്രറിയാണ് ഈ റെസ്ലിംഗ്. അതാണ് അതിൻ്റെ യഥാർത്ഥ സ്വത്ത്. എൻ്റർടൈൻമെൻറ്റ് ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ളതും കാലങ്ങളോളം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്
ക്യാരക്ടർ ലൈബ്രറീസ് എന്ന് പറയുന്നത്. കാരണം ഈ കഥാപാത്രങ്ങളെ വെച്ച് അവർക്ക് വീണ്ടും വീണ്ടും ലൈസൻസുകൾ വിൽക്കാം. സിനിമ ഉണ്ടാക്കുന്ന പോലെ പുതിയ എപ്പിസോഡുകൾ ഉണ്ടാക്കാം, പുതിയ രീതിയിൽ പണം ഉണ്ടാക്കാം. പഴയ കഥാപാത്രങ്ങളുടെ മക്കളെയോ വേറെ ആളുകളെയോ പിൻഗാമികളായിട്ട് പുതിയ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാം. ഡിസ്നി കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ക്യാരക്ടർ ലൈബ്രറികളിലൊന്ന് WWEയുടേതാണ്. ഇനി ഇത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് ഇത് സംസാരിക്കുന്ന സമയത്ത്. കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് മലയാള സിനിമ ഉപയോഗിക്കുന്നത് ഇതേ ബിസിനസ് മോഡലാണ്. മോഹൻലാലും മമ്മൂട്ടിയും വെറും അഭിനേതാക്കൾ മാത്രമല്ല, അവർ നമ്മുടെ മനസ്സിലെ കഥാപാത്രങ്ങളാണ്. അവരുടെ സിനിമകൾ വെറും സിനിമകൾ മാത്രമല്ല, അവർ നമ്മുടെ കുട്ടിക്കാലം മുതൽ കണ്ടു തുടങ്ങിയ വലിയൊരു കഥയുടെ പുതിയ ഭാഗങ്ങളാണ്. നിങ്ങളൊരു മോഹൻലാൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു പുതിയ സിനിമയെ വിലയിരുത്തുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ 30 വർഷമായി നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കുകയാണ്. കേരളത്തിലെ മിക്ക കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും എപ്പോഴും തെറ്റായിട്ടുള്ള അഡ്വൈസ് കിട്ടാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. നല്ല കണ്ടൻറ് ഉണ്ടാക്കൂ എന്ന ഉപദേശം പൂർണ്ണമല്ല. കണ്ടൻറ് അല്ല നമ്മുടെ സ്വത്ത്, ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടൻറ്. WWEക്ക് ഇത് മറ്റാരേക്കാളും മുമ്പേ അറിയാം. ഈ കഥാപാത്രങ്ങൾ എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ യഥാർത്ഥ ജീവിതം പോലും ബലി കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല, എയർപോർട്ടിൽ പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും സ്വന്തം കുടുംബത്തിന് മുന്നിൽ പോലും അവർക്ക് കഥാപാത്രങ്ങളായി ജീവിക്കേണ്ടി വരുന്നതായിട്ട് കാണാം. റെസ്ലിങ്ങിൻ്റെ ചരിത്രത്തിൽ ഭൂരിഭാഗം സമയത്തും അവർ ഇതിനായി ഉപയോഗിച്ചിരുന്നൊരു പ്രത്യേക വാക്കുണ്ട്, അതാണ് കെയ്ഫേബ്. അതായത് റെസ്ലിംഗ് എന്നത് യഥാർത്ഥത്തിലുള്ളൊരു കായിക മത്സരമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ വ്യവസായം ഒന്നടങ്കം വലിയൊരു നുണ പ്രചരിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. ഇതൊരു TV പരിപാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ 2 പേര് തമ്മിൽ തർക്കമുണ്ടായി, അവർ ചിരവൈരികളാണെന്ന് നമ്മൾ റെസ്ലിംഗ് കാണിക്കുന്നു. ഒരാൾ തോൽക്കുന്നു, ഒരാൾ ജയിക്കുന്നു. തോറ്റയാൾ വളരെ സങ്കടപ്പെട്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അയാൾ ജീവിതകാലം മുഴുവൻ മറ്റേയാളെ വൈരാഗ്യത്തോടെ നോക്കണം. പക്ഷേ അവർക്കറിയാം, അവർക്ക് ഒന്ന് ചിരിച്ച് തോളിക്കായിട്ട് കിടക്കാൻ പറ്റില്ല. അത് പ്ലാനിങ് ആണെന്ന് അറിയാം. 2 പേർക്ക് ശത്രുതയൊന്നുമില്ല, ആ ശത്രുതയൊക്കെ എഴുതി ഉണ്ടാക്കിയതാണെന്നും അറിയാം. അപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നായകനും വില്ലനും ജീവിതകാലം മുഴുവൻ ശത്രുക്കളായിട്ട് തന്നെ നിൽക്കുമോ? ഇല്ല. പക്ഷേ റെസ്ലിങ്ങിന് അതിനുള്ള അനുവാദം ഇല്ല. ഹീൽസ് എന്ന് വിളിക്കുന്ന വില്ലന്മാരും ഫേസസ് എന്ന് വിളിക്കുന്ന നായകന്മാരും ഒരിക്കലും പബ്ലിക് പ്ലേസസിൽ വെച്ച് ഒരുമിച്ച് കാണാൻ പാടില്ല. റിങ്ങിൽ ശത്രുക്കളായിട്ട് അഭിനയിക്കുന്നവർ ഒരിക്കലും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. പത്രക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെ സംസാരിച്ചിട്ട് മറ്റേയാളെ ശത്രുവായിട്ട് തന്നെ കാണണം. ചില റെസ്ലേഴ്സ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ സ്വന്തം കുടുംബത്തിന് മുന്നിൽ പോലും ഈ കഥാപാത്രമായി തന്നെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഭീകരമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മറ്റൊരു വ്യക്തിയായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭീകരമായൊരവസ്ഥയാണ്. ഈ കെയ്ഫേബ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റൈലൊന്നും അല്ല. ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ ഈ പ്രോഡക്റ്റ് വളരെ റിയലിസ്റ്റിക് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണത്. എന്നാൽ WWEയെക്കുറിച്ച് പഠിക്കുന്ന പലരും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ കെയ്ഫേബ് എന്ന് പറയുന്ന വലിയ നുണ പൊളിഞ്ഞ ആ നിമിഷം WWEക്ക് അവരുടെ പ്രേക്ഷകരെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പറ്റിയില്ല, അങ്ങനെ സംഭവിച്ചില്ല. കാരണം അവർ കൂടുതൽ എക്സ്പാൻഡഡായി. തങ്ങൾ കാണുന്ന കഥ യഥാർത്ഥമായിരിക്കണമെന്ന് പ്രേക്ഷകർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ആ കഥയുടെ ആക്യുറസിയും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ. കൃത്യതയുള്ള കാര്യങ്ങളിലാണ് മനുഷ്യൻ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ കൃത്യതയെക്കുറിച്ച് നമ്മളോട് തന്നെ പറയുന്ന വെറും ഒരു കഥ മാത്രമാണ്. പതിറ്റാണ്ടുകളോളം ഈ ഒരു മായക്കാഴ്ച അവരിങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇൻ്റർനെറ്റ് വന്നു. അതോടെ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് തകരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. 90കളുടെ അവസാനത്തിൽ ഇൻ്റർനെറ്റ് വ്യാപകമാകുമ്പോൾ വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന റെസ്ലിംഗ് ന്യൂസസ് എല്ലാവർക്കും ലഭ്യമാകാൻ തുടങ്ങി. ഡേവ് മെൽറ്റ്സറുടെ റെസ്ലിംഗ് ഒബ്സർവർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായി. മെസ്സേജ് ബോർഡുകൾ, വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ ആളുകൾ സത്യങ്ങൾ അറിയാൻ തുടങ്ങി. തിരശ്ശീലയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ കളികൾ ആരാധകർ മനസ്സിലാക്കുമെന്നുള്ള അവസ്ഥയെത്തി. യഥാർത്ഥ ജീവിതത്തിൽ ഏതൊക്കെ റെസ്ലേഴ്സാണ് പരസ്പരം വെറുക്കുന്നത് എന്ന് ഗോസിപ്പിലൂടെ പലരും അറിയാൻ തുടങ്ങി. ആദ്യം തീരുമാനിച്ച കഥകൾ പിന്നെ എങ്ങനെയാണ് മാറിയതെന്ന് അവർ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ കെയ്ഫേബ് എന്ന് പറയുന്ന വലിയ ആ ഒരു മറ പൊതുസമൂഹത്തിന് മുന്നിൽ തകരാൻ തുടങ്ങി. ആ സമയത്ത് റെസ്ലിംഗ് ഇൻഡസ്ട്രി തകരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ മാജിക്ക് പിടിക്കപ്പെട്ടു. ഇനി അതിലൊന്നുമില്ല, മുൻകൂട്ടി എഴുതി വെച്ചൊരു നാടകമാണ്, അതിനി ആരെങ്കിലും കാണാൻ വരുമോ എന്നൊക്കെ പലരും പറയാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് ചരിത്രത്തിൽ മറ്റൊരു കമ്പനിയും ചെയ്യാത്ത ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യം അവർ ചെയ്തത്. പ്രേക്ഷകരുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെ അവർ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. തങ്ങളുടെ പ്രോഡക്റ്റ് യാഥാർത്ഥ്യമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ആ രീതി അവർ നിർത്തി. എന്നിട്ട് പകരം ഇത് അഭിനയിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പരസ്യമായിട്ട് സമ്മതിച്ചു. എന്നിട്ടും ആ സത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇമോഷൻസിനെ വിൽക്കാൻ അവർക്ക് പറ്റി. കാരണം ഈ വിവരങ്ങൾ ഒരിക്കലും റിയലിസ്റ്റിക് ആണെന്ന വിശ്വാസത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ആ ഒരു സ്റ്റോറിയുടെ കൃത്യതയിൽ നിന്നും കണ്ടിന്യൂഷനിൽ നിന്നുമാണ് ആളുകൾ ഇതിൽ ബൗണ്ടഡ് ആവുന്നത്.
ഒരു പ്രത്യേക ഫോർമുല കണ്ടെത്തി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ടല്ല ഇതൊരു വലിയ കമ്പനിയായത്. കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ അവർ പലതവണ പല രീതിയിൽ കമ്പനിയുടെ സ്റ്റാറ്റസ് മാറ്റിയെടുത്തു. എങ്ങനെയാണ് WWE ഒരു സ്പോർട്സ് എന്നതിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് എന്നതിലേക്ക് നിയമപരമായിട്ടും എക്കണോമിക്കലുമായിട്ടും മാറിയതെന്നറിയാമോ? അത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1989 ഫെബ്രുവരി 10-നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇത് പെട്ടെന്നുണ്ടായതല്ല, ഒരുപാട് വർഷം എടുത്തിട്ടുള്ള നിയമങ്ങളുടെയൊക്കെ ചേഞ്ചിലൂടെ സംഭവിച്ചതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുറ്റസമ്മതം നടക്കുന്നത് 1989-നാണ്. WWFൻ്റെ ഒരു വക്താവ് ന്യൂജേഴ്സി സ്റ്റേറ്റ് സെനറ്റിന് മുന്നിൽ വന്നിട്ട് പ്രൊഫഷണൽ ഗുസ്തി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ട ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തിയതായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതിന് കൃത്യം 2 വർഷം മുമ്പ് 1987 ലിൻഡ മക്മഹൻ പെൻസിൽവാനിയയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേഷൻസിന് മുന്നിൽ വന്നിട്ട് ഇതേ കാര്യം പറഞ്ഞിരുന്നു. തങ്ങളുടെ റെസ്ലേഴ്സിനെ അവർ താരതമ്യം ചെയ്തത് സർക്കസിലെ കലാകാരന്മാരായിട്ടാണ്. സംസ്ഥാനത്തെ അത്ലറ്റിക് കമ്മീഷനുകളുടെ നിയന്ത്രണങ്ങളിൽ നിന്നും നികുതികളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇത് പുറമേ കാണുന്ന ഒരു കഥ മാത്രമാണ്, എന്നാൽ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള മെക്കാനിസം വളരെ വലുതാണ്. സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ് എന്നീ 2 വാക്കുകൾ ഒരേ സമയം 3 വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമതായി, സ്റ്റേറ്റ് റെഗുലേഷനുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും, കാരണം എൻ്റർടൈൻമെൻറ്റ് ഒരിക്കലും ഒരു സ്പോർട്സ് അല്ല. രണ്ടാമത്തേത്, യഥാർത്ഥ സ്പോർട്സ് ലീഗുമായിട്ടുള്ള നേരിട്ടുള്ള കമ്പാരിസൺസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ കമ്പാരിസൺ വന്നെങ്കിൽ അതൊരു സ്ക്രിപ്റ്റാണെന്ന് എല്ലാവരും പറയുകയും അവരുടെ വാല്യൂ ഇടുകയും ചെയ്യും. മൂന്നാമതായിട്ട്, അവർ സ്വന്തമായിട്ട് പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കി. അവിടെ അവർക്ക് ഒറ്റ എതിരാളി മാത്രമേ ഉള്ളൂ, അത് അവർ തന്നെയാണ്. കാറ്റഗറി നെയിമിംഗ് അഥവാ പുതിയൊരു വിഭാഗത്തിന് പേരിടുക എന്ന് പറയുന്ന ഏതൊരു കമ്പനിക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു നീക്കമാണ്. ഈ കാറ്റഗറിയാണ് നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണെന്നും നിങ്ങളെ നിയന്ത്രിക്കുന്നവരാരാണെന്നും യൂസേഴ്സ് യഥാർത്ഥത്തിൽ എന്താണ് വാങ്ങുന്നത് എന്നും തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ ബിസിനസ്സുകളും ഇതേ തന്ത്രത്തിൻ്റെ പല രൂപങ്ങളാണ്. സൊമാറ്റോ തങ്ങളെ ഡെലിവറി എന്ന് വിളിക്കുന്നില്ല, പകരം ക്വിക്ക് കൊമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓപ്പൺ AI തങ്ങളെ ഒരു ചാറ്റ് ബോട്ട് കമ്പനി എന്നല്ല വിളിക്കുന്നത്, പകരം ഒരു സേഫ്റ്റി ലാബ് എന്നാണ് വിളിക്കുന്നത്. ഓല തങ്ങളെ ടാക്സി എന്ന് വിളിക്കാതെ മൊബിലിറ്റി എന്ന് വിളിക്കും. റിലയൻസ് ജിയോ തങ്ങളെ വെറും ഒരു ടെലികോം കമ്പനി എന്ന് വിളിക്കാതെ ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്നാണ് സ്വയം വിളിക്കുന്നത്. സാധാരണ ബിസിനസ് സ്കൂളുകളിൽ ഈ ആശയം പറയുമെങ്കിലും അവരത് തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നതായിട്ട് കാണാം. പൊസിഷനിങ് എന്നോ ബ്രാൻഡിങ് എന്നോ ആയിരിക്കും വിളിക്കുക. എന്നാൽ ഈ 2 വാക്കുകളുടെയും യഥാർത്ഥ അർത്ഥം ഇതിലേക്ക് വരുന്നില്ല. ഇതൊരിക്കലും പൊസിഷനിങ് അല്ല, ബ്രാൻഡിങ് എന്ന മുഖം മൂടി അണിഞ്ഞ റെഗുലേറ്ററി ആർബിട്രേജ് ആണ്. ഈ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പനികളിൽ മനഃപൂർവ്വം ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നും കമ്പനികൾ അറിയാതെ ചെയ്യുന്നതാണോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ ബിസിനസ്സുകളുടെ പിന്നിലും വളരെ ഡാർക്കായിട്ടുള്ളൊരു സത്യമുണ്ട്. ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് യഥാർത്ഥ മനുഷ്യരാണ്. ആ യഥാർത്ഥ മനുഷ്യർക്ക് വേദനയും ചോരയും ഒക്കെയുണ്ട്. മത്സരങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തതാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം, പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ബാക്കിയുള്ളതെല്ലാം തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഗുസ്തിക്കാരനെ എടുത്ത് ടേബിളിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ ടേബിൾ യഥാർത്ഥമാണ്. ഏറ്റവും മുകളിലെ കയറിൽ നിന്ന് താഴേക്ക് പുറത്തേക്ക് ചാടുമ്പോൾ ആ വീഴ്ച യഥാർത്ഥമാണ്. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കോറിയോഗ്രഫി ഇതിൻ്റെ ആഘാതം കുറയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. ഒരു വർഷം 100 കണക്കിന് മത്സരങ്ങൾ കളിക്കുന്ന ഒരു കരിയറിൽ ശരീരത്തിന് ഏൽക്കുന്ന പരിക്കുകൾ വളരെ വലുതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഡാറ്റയുണ്ട്. 2014 ഈസ്റ്റേൺ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകർ PLOS-1 എന്ന ജേണലിൽ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിരുന്നു. 1995-നും 2011-നും ഇടയിൽ സജീവമായിരുന്ന 557 മെയിൽ പ്രൊഫഷണൽ റെസ്ലേഴ്സിനെയാണ് അവർ പഠനവിധേയമാക്കിയത്. അവരുടെ കണ്ടെത്തലുകൾ പ്രകാരം ഇത് വെറും ഒരു ഗോസിപ്പല്ല, കൃത്യമായിട്ടുള്ള പഠനമായിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ പുരുഷന്മാരെ അപേക്ഷിച്ച് ഇവരിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അതിലൂടെ മരിക്കാനുള്ള സാധ്യത 15 ഇരട്ടിയാണ്. മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് 122 ഇരട്ടിയോളം മരണം വരാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ മൂലമുള്ള മരണം 6.4 ഇരട്ടിയാണ്. ഈ പഠനത്തിൽ ഉൾപ്പെട്ടവരിൽ 16% ആളുകളും 50 വയസ്സ് തികയുന്നതിന് മുമ്പേ മരിച്ചു എന്ന് പിന്നീട് കണ്ടെത്തി. ഈ ഡാറ്റ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന കാര്യത്തിൽ തികച്ചും ഞാൻ സത്യസന്ധനാണ്. 85 മുതൽ 2011 വരെയുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള പഠനമാണിത്. 2011 ശേഷമുള്ള ഡാറ്റകളെക്കുറിച്ച് പിയർ റിവ്യൂഡ് ജേണലുകളൊന്നും ഞാൻ കണ്ടില്ല. 2007 WWE ഡ്രഗ് ടെസ്റ്റിനും കാർഡിയോ വാസ്കുലർ മോണിറ്ററിംഗ് ഉൾപ്പെടുന്ന ഒരു ടാലൻറ്റ് വെൽനസ് പോളിസി കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവരുടെ ശരീരത്തിന് ഏൽക്കുന്ന വലിയ പരുക്കുകൾക്കൊന്നും ഇത് പര്യാപ്തമല്ല എന്ന് കാണുമ്പോൾ അറിയാം. അതേസമയം ഇത് നേരത്തെയുള്ള മരണനിരക്ക് കുറച്ചിട്ടുണ്ട് എന്ന് WWE വാദിക്കുന്നുണ്ട്. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അവരുടെ അവസ്ഥ വളരെ വ്യക്തമാണ്. 2025 ജൂലൈ 24-ന് ഹൾക്ക് ഹോഗൻ എന്ന് വിളിക്കപ്പെടുന്ന ടെറി ജീൻ ബോളിയ തൻ്റെ 71-ാം വയസ്സിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തലമുറയിലെ ഗുസ്തിക്കാരെ സംബന്ധിച്ചിടത്തോളം 71 വയസ്സെന്ന് പറയുന്ന വളരെ വലിയൊരു ആയുസ്സാണ്. ഇനി നമുക്കിതിൻ്റെ ബിസിനസ് മെക്കാനിസം നോക്കാം. WWE തങ്ങളുടെ ഗുസ്തിക്കാരെ തരംതിരിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർമാരായിട്ടാണ്. ഈ ഇൻഡിപെൻഡൻസ് എന്ന വാക്കിൻ്റെ ലീഗലായിട്ടുള്ള അർത്ഥം WWEക്ക്
അവർ ഹെൽത്ത് ഇൻഷുറൻസോ തൊഴിലില്ലായ്മ പരിരക്ഷയോ ജോലിക്കിടെ ഉണ്ടാകുന്ന പരിക്കിനോ ഒന്നും നഷ്ടപരിഹാരം ലീഗലി കൊടുക്കേണ്ട എന്നുള്ളതാണ്. എന്നാൽ കരാർ പ്രകാരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് വേറെ എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റില്ല. മിക്കവാറും അവരുടെ യഥാർത്ഥ പേരും ഉപയോഗിക്കാൻ പറ്റില്ല. കമ്പനി അംഗീകരിച്ച ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനും പറ്റില്ല. റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന അനലിസ്റ്റ് ആയിട്ടുള്ള ഡേവ് മെൽസറുടെ അഭിപ്രായത്തിൽ WWE റെസ്ലേഴ്സിന് കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 10% താഴെയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. NFL കളിക്കാർക്ക് ഏകദേശം 50% കിട്ടും. WWE അതേ പാരന്റ് കമ്പനിയുടെ കീഴിലുള്ള UFC ഫൈറ്റർമാർക്ക് പോലും ഏകദേശം 20% പണം കിട്ടുന്നുണ്ട്. ഇതൊരിക്കലും അബദ്ധമല്ല, ഇതാണ് ഇവരുടെ യഥാർത്ഥ ബിസിനസ് മോഡൽ. നിരവധി കേസുകൾ ഇതിനെതിരെ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നുപോലും വിജയിച്ചിട്ടില്ല. അത് കമ്പനിയുടെ ഭാഗം ശരിയായതുകൊണ്ടല്ല, മറിച്ച് കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഒരു റെസ്ലറിനും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ വലിയ സിസ്റ്റം ഇങ്ങനെ പണിതുയർത്തുന്ന സമയത്താണ് WWE എല്ലാം പിടിച്ചെടുക്കാൻ മറ്റൊരു കമ്പനി തയ്യാറാകുന്നത്. ഏതാണ്ട് 2 വർഷത്തോളം അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. 1995 സെപ്റ്റംബർ 4 WWE USA നെറ്റ്വർക്കിലെ മൺഡേ നൈറ്റ് ഡ്രോ എന്ന പരിപാടിയിലേക്ക് നേരിട്ട് മത്സരിക്കാൻ WCW തൻ്റെ മൺഡേ നൈറ്റ് ഡ്രോ എന്ന പരിപാടി TNTയിൽ ആരംഭിക്കുന്നു. ടെഡ് ടേണറുടെ വലിയ സാമ്പത്തിക പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് മുമ്പില്ലാത്ത വിധം വലിയ തുകയ്ക്ക് 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റുകൾ നൽകി നല്ല റെസ്ലേഴ്സിനെ അവർ സ്വന്തമാക്കി. അവരാദ്യം ഹൾക്ക് ഹോജനെ സ്വന്തമാക്കി, പിന്നീട് റാൻഡി സാവേജ്, അതിനുശേഷം സ്കോട്ട് ഹാള്, കെവിൻ നാഷ്. 96ന്റെ പകുതിയോടെ ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന പുതിയൊരു കഥ അവർ ആരംഭിച്ചു. ഹോഗൻ വില്ലനായി മാറി ഹാള്, നാഷ് എന്നിവരോടൊപ്പം ചേർന്ന് WCWവിനെ ആക്രമിക്കുന്നതായിരുന്നു കഥ. അതോടെ TV റേറ്റിംഗ് കൂടി. 1996 പകുതി മുതൽ 98 പകുതി വരെ തുടർച്ചയായ 84 ആഴ്ചകളിൽ തിങ്കളാഴ്ചകളിലെ TV റേറ്റിംഗ് WCW WWEയെ പരാജയപ്പെടുത്തി. ആ സമയത്ത് റെസ്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവരും വിശ്വസിച്ചത് WWEയുടെ കഥ കഴിഞ്ഞു എന്നാണ്. WCWന് കൂടുതൽ പണം ഉണ്ടായിരുന്നു, കൂടുതൽ പ്രശസ്തരായ താരങ്ങളുണ്ടായിരുന്നു, മികച്ച കഥകളുണ്ടായിരുന്നു. പക്ഷേ ചില അബദ്ധങ്ങൾ കാരണമാണ് അവർ തകർന്നത്. 1999 ജനുവരിയിൽ ഫിംഗർ പോക്ക് ഓഫ് ഡൂം എന്ന സംഭവം ഉണ്ടായി. അത് ലോക ടൈറ്റിലിൽ യാതൊരു വിലയും ഇല്ലാതാക്കിയ അസംബന്ധമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. 2000 ഏപ്രിലിൽ ഡേവിഡ് ആർക്വൈറ്റ് എന്ന ഹോളിവുഡ് നടൻ WCW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്നു. അതുപോലെ തന്നെ മികച്ച റെസ്ലേഴ്സിൻ്റെ കോൺട്രാക്റ്റിൽ ക്രിയേറ്റീവ് കൺട്രോൾ കൊടുത്തതുകൊണ്ട് അവർ മത്സരങ്ങളിൽ തോൽക്കാൻ തയ്യാറാകാതെ വന്നതുപോലെയുള്ള ഇൻറ്റേർണൽ ഇഷ്യൂസ് വന്നു. അങ്ങനെ 2001 AOL ടൈം വാർണർ WCWൻ്റെ ബ്രാൻഡ്, വീഡിയോ ലൈബ്രറി, ചാമ്പ്യൻഷിപ്പ് ട്രേഡ് മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും വെറും $2.5 മില്യൺ WWEക്ക് വിറ്റു. ഭൂരിഭാഗം മാർക്കറ്റുകളുടെയും വലിയ മത്സരങ്ങളിൽ ഒരാൾ വിജയിക്കുന്നത് അവരുടെ മാത്രം കഴിവുകൊണ്ടല്ല, മറിച്ച് എതിരാളികൾ സ്വയം തകർന്നു വീഴുന്നത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ ഇന്ത്യൻ ടെലികോം സെക്ടറിൽ റിലയൻസ് എയർടെലിനെയും വോഡാഫോണിനെയും ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ടാണ് തോൽപ്പിച്ചത്. പക്ഷേ അതുമാത്രമല്ല, വോഡാഫോണും ഐഡിയയും തമ്മിലുള്ള ലയനത്തിനകത്ത് പോലും ഈ വിഷയങ്ങൾ കാണാൻ പറ്റും. എയർടെൽ കടക്കണിയിലായി BSNL മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പല സ്ഥലത്തും ഇതുപോലെയുള്ള ആധിപത്യം സ്ഥാപിക്കുന്നവരുടെ വിജയത്തിന് പിന്നിൽ അവരോടൊപ്പം തന്നെ, അവരുടെ ബുദ്ധിയോടൊപ്പം തന്നെ എതിരാളിയുടെ തകർച്ചയുടെ കഥയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സിയാണ്. കഴിഞ്ഞ 40 വർഷം WWEയിലെ നായകന്മാരെയും വില്ലന്മാരെയും തീരുമാനിച്ചിരുന്ന വ്യക്തി വിൻസ് മക്മഹനാണ്. ഒടുവിൽ സ്വന്തം ജീവിതത്തിൽ അയാൾ വലിയൊരു വില്ലനായി മാറി. ലൈംഗിക ആരോപണങ്ങളും അത് ഒതുക്കി തീർക്കാനായിട്ട് രഹസ്യമായി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സെറ്റിൽമെൻറ്റും പുറത്തു വന്നപ്പോൾ സ്വന്തം കമ്പനിയുടെ ഏറ്റവും വലിയ എതിരാളിയെ ഇല്ലാതാക്കാൻ ചിലവാക്കിയതിൻ്റെ പല മടങ്ങ് തുക സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കാൻ ചിലവാക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അയാൾ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൽ നിന്നും പടിയിറങ്ങേണ്ടതായിട്ട് വന്നു. ഇതൊരു സാധാരണ വാർത്തയല്ല. ഒരു ഫൗണ്ടർ തന്നെ സ്വന്തം കമ്പനിയുടെ ഏറ്റവും വലിയ റിസ്ക്കായി മാറുന്നതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫൗണ്ടർ പുറത്തുപോയ സമയത്താണ് കമ്പനിയുടെ ഷെയറുകൾ കുതിച്ചുയരുന്നത്. കമ്പനിയുടെ ലാഭം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലയിലെത്തി. അതായത് വിൻസ് മക്മഹൻ എന്ന ഏറ്റവും വലിയ റിസ്ക് കമ്പനിയിൽ നിന്ന് പോയത് മാർക്കറ്റിന് വലിയ വാല്യൂ ഉണ്ടായി. മക്മഹൻ കുടുംബം WWE വിറ്റത് ബിസിനസ് തകർന്നതുകൊണ്ടല്ല, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചതുകൊണ്ടാണ്. ലൈവ് പരിപാടികൾക്ക് നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വലിയ തുക കൊടുക്കുന്ന സമയമായിരുന്നു അത്. ആഗോള ശ്രദ്ധ നേടാൻ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറായ സമയമാണ്. മാത്രമല്ല, കമ്പനിയുടെ ഫൗണ്ടർ തന്നെ കമ്പനിക്ക് ഏറ്റവും വലിയ ബാധ്യതയായി മാറിയ സമയം അതായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മൂല്യം ഏറ്റവും വലിയ വാല്യൂവിൽ നിൽക്കുമ്പോൾ ഫൗണ്ടർ മൂല്യം ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്ത് അവർ ബിസിനസ് വിറ്റ് ഔട്ടായി. ബിസിനസ് ലോകത്തെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തന്ത്രമായിരുന്നു. അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മാത്രം ഭാവനയിലുണ്ടായിരുന്ന സാമ്രാജ്യം ഇന്ന് വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിലുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് 10 സ്പോർട്സിൽ കണ്ടിരുന്ന പരിപാടി ഇന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ പേവാളിന് പിന്നിലായതും ഇതുകൊണ്ടാണ്. സോ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കുക. ഈ വർഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്ത ബ്രാൻഡിന് പിന്നിലെ, അല്ലെങ്കിൽ ഒരു നേതാവിന് പിന്നിലെ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പിന്നിലെ മെക്കാനിസം പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുമോ?
അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെക്കാനിസം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമോ? അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ അറിയാത്ത ചില മെക്കാനിസത്തിലാണ് നമ്മൾ പലപ്പോഴും ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകുമെന്ന് പറയുന്ന കാര്യം വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിന് സംഭവിച്ചിട്ടില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും അത് സംഭവിക്കില്ലേ? ആലോചിച്ച് നോക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതുമായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ courses.jrstudioedu.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ